ഹലോ ഫ്രണ്ട്സ്, പെപ്പർ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് നമ്മുടെ എല്ലാ ചെടികളും അതായത് എല്ലാ പ്ലാന്റിനും നനച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം അത് നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും പോയി എല്ലാ പ്ലാന്റിലും നനയ്ക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ പോവാണ്, അതായത് തുള്ളി നന. അപ്പോൾ തുള്ളി നന നനയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതൊക്കെയാണ് എക്യുപ്മെൻറ്റ്സ് അതായത് ഉപയോഗിക്കുന്നത്, ട്രിപ്പർ, ഫോഗർ, പിന്നെ ലൈന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാത്തിൻ്റെയും നമുക്ക് റേറ്റും ഒപ്പം തന്നെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒരു പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. മറ്റൊരു വീഡിയോയ്ക്ക് അത് നമ്മളിത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നും നമ്മളിത് കൊടുത്തിരിക്കുന്ന ലൈനും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നിടത്ത് എല്ലായിടത്തും നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി വേനൽക്കാലം വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും വെള്ളം വേണ്ടി വരും. കാരണം തിപ്പിലി ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലാത്ത പയ്യാൻ്റെ തീയുണ്ട്, വള്ളിക്കുരുമുളകുണ്ട്, എല്ലാത്തിനും നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഐറ്റം ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എന്നും അതിൻ്റെ റേറ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ പിന്നീട് വരുന്നതാണ്. അപ്പം ഇത്ര സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം പൈപ്പുണ്ട്, കണക്റ്റേഴ്സ് ഉണ്ട്, ഡ്രിപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എത്ര രൂപയാണെന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഇതിനകത്ത് വേണ്ടത് നമ്മൾ 16 mm ലാഡർ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ടൈപ്പാണ്, അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാരണം പൈപ്പ് നോക്കിയെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അത്യാവശ്യം 16 mm അത്യാവശ്യം വലുതാണ്. അപ്പം ഇതിന് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് മീറ്ററിന് 11 രൂപയാണ്. അതായത് 100 മീറ്ററൊക്കെ എടുക്കുമ്പോൾ ആ റേറ്റ് കിട്ടും. അപ്പോൾ 1200 രൂപയോളം 100 മീറ്ററിന് റേറ്റ് വരും. പിന്നെ അതിൽ നിന്ന് ചെറുതായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ 4 mm ചെറിയ പൈപ്പ് ട്രിപ്പേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്, അതിന് റേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 3.5-4 രൂപയൊക്കെ മീറ്ററിന് റേറ്റ് വരുള്ളൂ, ചെറിയ സൈസിന്. ഇത് 4 mm. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഷോപ്പിലും ഉണ്ട്, ഓൺലൈനിലും ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രിപ്പേഴ്സൊക്കെയാണ്. അപ്പം ഇത് ചെറിയ ഒരു ഡ്രിപ്പറാണ്. ഇത് ഡ്രിപ്പറല്ല, ഇതൊരു 360 ഒരു സ്പ്രിംഗ്ലർ പോലത്തൊരു ഇതാണ്. ഓട്ടോമാറ്റിക് അല്ല, ഇത് മാനുവലായിട്ട് തന്നെ 2 സൈഡിലേക്കും അത്യാവശ്യം സ്പ്രെഡ് ആവുന്നൊരു, അധികം റേഞ്ച് കിട്ടുകയില്ല, എന്നാലും അത്യാവശ്യം ഒരു 1 മീറ്ററൊക്കെ റേഞ്ചിൽ കിട്ടും. അത് 3-4 അടിയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തിങ്ങനെ കറങ്ങി കിട്ടും. ഇത് ഈ 4 mm പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മളൊരു ഡ്രിപ്പറായിട്ടും പിന്നെ ശകലം കൂടുതൽ റേഞ്ചിൽ, അതായത് ഒരു 8 ലിറ്ററൊക്കെ അവർ കിട്ടുന്ന രീതിയിലുള്ള ഇതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഡ്രിപ്പായിട്ട് വരും. നമ്മളിത് കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് നിന്ന് ഫ്ലോ കൂടുതൽ വരും. അപ്പം ഇതിന് വരുന്നത് ഏകദേശം 2 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഒരെണ്ണത്തിന്. പിന്നെ വരുന്നത് ഇതിന് വരുന്നതിന് നമുക്ക് ഇതിനും ഏകദേശം 2 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. പിന്നെ ഇത് മിസ്റ്റ് പോലെ വരുന്നതാണ്. ഇത് നമുക്ക് ലൈൻ ത്രൂ കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഒരു എഡ്ജിത്തെ കണക്ട് ചെയ്തിട്ട് അടുത്തത് ഇവിടുന്ന് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ടീയുടെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ടൈറ്റ് ആകുന്നതനുസരിച്ച് മിസ്റ്റ് പോലെ വരും, നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ഫ്ലോ കൂടുതൽ വരും. ഇത് നമുക്ക് ഈ ഗ്രീൻ ഹൗസൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് നമ്മൾ 16 mm കണക്ടറാണ്. അത് ടീ കണക്ടർ. അതൊരു സൈഡിൽ നമുക്ക് വാൽവും കൂടെ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലൈന് ഓഫാക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടാം. നമുക്കത് പല പല സെക്ഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പൊട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി ഇടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ വാൽവുകൾ എടുത്തത്. പിന്നെ ഇത് 16 mm ഇതിലേക്ക് ട്യൂബിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്റ്റേഴ്സാണ്. ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് 4 mm ആക്കി മാറ്റാം. അതായത് നമ്മൾ ഈ ഒരു സൈഡ് 16 mm കുത്തി ഇറക്കുന്നു, അതിൻ്റെ ഇവിടെ മുകളിലേക്ക് 4 mm ഇത് കണക്ട് ചെയ്യുന്നു, കണക്റ്റേഴ്സ്. പിന്നെ ഇതും അതിൻ്റെ ടീ കണക്റ്റേഴ്സാണ്. ഇത് ഞാൻ ഇവിടെ പഴയ 200 രണ്ടെണ്ണം എടുത്തതാണ്, നമുക്ക് എന്തെങ്കിലും എക്സ്റ്റെൻഡായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് വരുന്നത് അതിൻ്റെ പിന്നാണ്. ഈ 16 mm 4 mm പൈപ്പ് കണക്ട് ചെയ്യാനുള്ള, അത് പിന്ന് കണക്ട് ചെയ്യാനുള്ള, ഹോൾ ഇടാൻ വേണ്ടിയുള്ള പിന്ന്. പിന്നെ നമ്മളറിയാതെ വല്ല ഹോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഡമ്മി പീസ്. അപ്പം നമ്മൾ നോക്കിയിട്ടാണെങ്കിൽ ഹോൾ വരികയില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും അറിയാതെ നമുക്ക് വേണ്ടാത്തടത്താണ് ഹോൾ ഇട്ടത് എന്നുണ്ടെങ്കിൽ അതിടാൻ വേണ്ടിയാണ് നമ്മൾ അത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വയർ ടൈസ്, ഇത് നമുക്ക് എവിടെയെങ്കിലും പൈപ്പിലൊക്കെ ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയൊക്കെ ഉള്ളത്. അപ്പം ഇത്രയാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചത്. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ വില വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും പർച്ചേസ് ചെയ്യും. അപ്പം ഇതാണ് നമുക്ക്
ഇതിനു വേണ്ടി അത്യാവശ്യം. പിന്നെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് വേണം. അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ഡയറക്റ്റ് ടാങ്കിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേണ്ടപ്പം നമ്മുടെ വാൽവ് ഓപ്പൺ ആക്കി വിടും. അപ്പോൾ അതനുസരിച്ച് എല്ലായിടത്തും ഇടം വരും. പിന്നെ ഫുള്ളായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ സൈഡിൽ കൂടെയൊക്കെ 1 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്ത് 1 ഇഞ്ച് 1.5 പൈപ്പ് കൊടുത്തിട്ട് അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ. കാരണം അതിന് നമ്മൾ ഹെവി ഫ്ലോ വേണം. ഇപ്പോൾ കുറച്ച് ഇതുള്ളതുകൊണ്ട് കുറച്ചായിട്ടാണ് ഫ്ലോ മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തത് ഇതിലൊക്കെ കണക്ട് ചെയ്യുന്നതും ഇതെങ്ങനെയാണ് ഇതിൻ്റെ മിസ്റ്റ് വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു.